2 തവണ എഴുതി, 2 തവണയും പരാജയപ്പെട്ടു. ഫുൾ കോൺഫിഡൻസിലാണ് പരീക്ഷാ ഹാളിലേക്ക് പോയത്. നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു, എഴുതാനും പറ്റി, പക്ഷേ പരാജയപ്പെട്ടു. എനിക്ക് അർഹതപ്പെട്ട വിജയം നഷ്ടപ്പെട്ടു പോയി. ആ സ്കോർ കിട്ടിയില്ല. നല്ല കോൺഫിഡൻറ്റോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ 2 തവണയും പരാജയപ്പെട്ടു. എങ്ങനെയെന്ന് അറിയത്തില്ല. 2 തവണ ആ എക്സാം എഴുതി 1-2 മാർക്കിൽ അത് പരാജയപ്പെട്ടു പോയി. ഫുൾ കോൺഫിഡൻറ്റിലാണ് പോയത്. അർഹതപ്പെട്ടത് 2 തവണ അർഹതപ്പെട്ട ആ പ്രൊമോഷൻ തടയപ്പെട്ടു. ഉറപ്പുണ്ടായിരുന്നു കിട്ടും, ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. പക്ഷേ കിട്ടിയില്ല. 2 തവണയും വക്കീൽ ഉറപ്പ് തന്നു, നമുക്ക് നീതി ലഭിക്കും. പക്ഷേ നീതി ലഭിച്ചില്ല. കേസ് തോറ്റു, തള്ളിപ്പോയി. 2 തവണയും ഉറപ്പ്, അവിടെ വീട് പണിതുയർത്തും. പക്ഷേ 2 തവണയും പരാജയപ്പെട്ടു. ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, 100% ഉറപ്പുണ്ടായിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു പോയി. 3-ാം തവണ നീ ജയം കാണുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും, നിങ്ങൾ ശ്രദ്ധിച്ച് എനിക്കൊപ്പം വരണേ. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു. ഇസഹാക്കിൻ്റെ ഇടയന്മാരോട് ഷണ്ടയിട്ട് അവർ തന്നോട് ഷണ്ണയിട്ടതുകൊണ്ട് അവൻ ആ കിണറിന് യേശേക്ക് എന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ഷണ്ടയിട്ടതുകൊണ്ട് അവൻ അതിന് സിദ്ന എന്ന് പേർ വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ഷണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേര് ഇട്ടു. രഹോബോത്ത് എന്ന് പേര് ഇട്ടു. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളിൽ പലരെയും പോലെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയിൽ ചേർന്നത് തൻ്റെ അപ്പൻ്റെ വസ്തുക്കൾ തനിക്ക് തിരികെ കിട്ടണം. അതിനർത്ഥം അത് കൈമോശം വന്നുപോയി. തൻ്റെ ചെറുപ്പത്തിൽ താൻ ജനിച്ച് ചില മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ തൻ്റെ പിതാവ് രോഗശയ്യയിലാവുന്നു. താൻ നഴ്സറിയിൽ എങ്ങാണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് തീരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ പിതാവ് മരണപ്പെടുന്നു. തൻ്റെ പിതാവിൻ്റെ കുടുംബം വലിയ കുടുംബമാണ്. തൻ്റെ മാതാവിൻ്റെ കുടുംബം അவ்விധത്തിൽ അവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുവാൻ പറ്റുന്നൊരു കുടുംബമല്ല. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ അമ്മയും താനും തൻ്റെ സഹോദരിയും ഇറക്കി വിടപ്പെട്ടു. അവിടെ നിന്ന് ഒത്തിരി ദൂരെയുള്ള തൻ്റെ മാതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. വളരെ ഞെരുക്കത്തിലൂടെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ അവർ ജീവിക്കുന്നു. ആ മകൻ വളർന്ന് വലുതായി. സഹോദരിയുടെ വിവാഹ സമയമെത്തിയപ്പോൾ അവൾ ആഗ്രഹിച്ചൊരു വിവാഹത്തിലേക്ക് അവളെ കൊണ്ടുചെന്നെത്തിക്കണം. സഹോദരന് അതിനുള്ളൊരു ആഗ്രഹം, സഹോദരിയുടെ ആഗ്രഹം നിറവേറ്റണം. അപ്പോൾ അങ്ങനെയുള്ള സഹോദരന്മാർ, ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും കൊതിയാണല്ലേ അങ്ങനെയുള്ള സഹോദരങ്ങൾ ഉണ്ടാകണമെന്ന്. ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ നിൻ്റെ സഹോദരൻ ആകുവാൻ പോകുക. സഹോദരി, നിന്നെക്കുറിച്ച് കൺസേണുള്ള, നിന്നെ പരിഗണിക്കുന്ന, നിനക്ക് വേണ്ടി പലതും ചെയ്യുന്ന സഹോദരനായി നിൻ്റെ സഹോദരനെ കർത്താവ് മാറ്റുവാൻ പോകുക. അമ്മേ, അങ്ങനെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി നിൽക്കുന്ന മക്കളാക്കി നിങ്ങളുടെ മക്കളെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒത്തിരി പേരുടെ പ്രാർത്ഥന വിഷയമല്ലേ. ആമേൻ. പക്ഷെ അവരുടെ ആ സാഹചര്യം അനുസരിച്ചിട്ട് സഹോദരിക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യാൻ ഈ പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, നിങ്ങളുടെ അപ്പൻ്റെ ഷെയറുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളവിടെ പോകണമെന്നോ അത് വാങ്ങിക്കണമെന്നോ ഒട്ടും ആഗ്രഹമില്ല. കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം. ഈ ചെറുക്കൻ അത് കേട്ട്
ധൈര്യമായിട്ട് ഇറങ്ങി. ആദ്യത്തെ തവണ വന്നു, സംസാരിച്ചു, അവരോടിച്ചു, കേസ് കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞതാണ്, പാസ്റ്ററെ എല്ലാം ഓക്കെ, ഞങ്ങളുടെ ഭാഗത്താണ് ന്യായം, ഞങ്ങളുടെ അപ്പൻ്റെ സ്വത്തല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് തന്നെ വരേണ്ടതാണ്, ലീഗലായിട്ടൊന്നും വേറെ ഇതില്ല. പക്ഷേ അവർ തോറ്റുപോയി. രണ്ടാം തവണയും തോറ്റു. മൂന്നാം തവണയാണ് ഞങ്ങളെ വിളിക്കുന്നത്. മൂന്നാം തവണ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. സ്തോത്രം. മൂന്നാം തവണ ഇത് സ്പെസിഫിക്കായി തന്നെ ചില വ്യക്തികളോട് പറയട്ടെ, മൂന്നാം തവണ നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു. 2 തവണത്തെ പരാജയം നിന്നെ ആകപ്പാട് ഉലച്ചു കളഞ്ഞു. കേൾക്ക്, ഈ മൂന്നാമത്തെ തവണ നീ ജയം കാണുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഒപ്പം കൂടിക്കോ. ഈ തവണയും നീ പരാജയപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രാപിക്കേണ്ടത് അവിടെ നീ പ്രാപിക്കും. ഓ അതേ സഹോദര, അവിടെ സഹോദരി, അവിടെ ആ രാജ്യത്ത് നീ പ്രാപിക്കേണ്ടത്, നിനക്ക് അർഹതപ്പെട്ടത് 2 തവണ തടഞ്ഞു വയ്ക്കപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ട ആ ആനുകൂല്യം 2 തവണ തടഞ്ഞു വയ്ക്കപ്പെട്ടത് നീ തിരികെ പ്രാപിക്കുവാൻ പോകുക. ഓ അമേൻ. നോക്കൂ, ഞാൻ ഈ 3-4 വാക്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുവാനുള്ളൊരു കാരണം, അവിടെ 18-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും എന്ന് പറഞ്ഞാൽ അത് അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണർ, അഥവാ മകൻ അവകാശപ്പെട്ട കിണർ. ഈ പണ്ടത്തെ കാലത്ത്, അതായത് അന്നത്തെ കാലത്ത്, നമ്മൾ ഇന്നത്തെ പോലെ വസ്തു വാങ്ങി പ്രമാണം ചെയ്ത് അതൊന്നും അല്ല. അന്ന് ഈ കിണർ അല്ലെങ്കിൽ ഉറവ പ്രമാണമാണ്. എന്ത് പ്രമാണം? ആ ചുറ്റുവട്ടത്തിന് ഒരു ഉടയോൻ ഉണ്ട്. അങ്ങനെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ തല നിവർത്തി കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒക്കെ നോക്കിയതെല്ലാം ഞാൻ നിനക്ക് തരും. 13-ാം അധ്യായത്തിൽ അബ്രഹാം അതെല്ലാം നേടി. എങ്ങനെയാണ് അത് അബ്രഹാമിൻ്റെതായി മാറുന്നത്? അബ്രഹാം അവിടെ ഉറവ കണ്ടെത്തും, അല്ലെങ്കിൽ കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തും. എങ്കിൽ മാത്രമേ അത് പ്രയോജനമുള്ള ഭൂമിയായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ വെറും ഭൂമിയാണ്, പാഴ്നിലവാണ്, അവിടെ ആർക്ക് കിട്ടിയിട്ടും വേറെ പ്രയോജനമില്ല. അപ്പോൾ ആ വെള്ളം എത്തിക്കുവാൻ കഴിയുന്ന സ്ഥലമെല്ലാം പച്ചപ്പുള്ളതായി മാറും, ഫലഭൂഷ്ടമായി മാറും. അതെല്ലാം ആ ഉറവ കണ്ടെത്തിയ ആളുടേതായി മാറും. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞ ഈ പ്രമാണം ഉറവയാണ്. ആമേൻ, സ്തോത്രം. ആ പ്രമാണത്തിനേവന്മാർ നശിപ്പിച്ചു കളഞ്ഞു. ആര്? ഫെലിസ്ത്യന്മാർ മണ്ണിട്ട് മൂടി കളഞ്ഞു. ചില ലീഗൽ നോട്ടുകൾ, ചില തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയതുകൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. കോൺടാക്റ്റ് ചെയ്യ്. പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ തുടങ്ങ്. യെസ്, നിങ്ങളുടെ മാത്രമായ വിഷയത്തിന് വേണ്ടി ഉപവസിക്കാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ പറയാം. ഇനി ആ ലീഗൽ നോട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട്, ആ തെളിവ് നഷ്ടപ്പെട്ടതുകൊണ്ട് നീ വീണ്ടും പരാജയത്തിലേക്ക് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യെസ്, ഇപ്രാവശ്യം നീ ജയിക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ഇപ്രാവശ്യം നീ ജയിക്കും. ഇപ്രാവശ്യം നീ ജയിക്കും. ഓ അമേൻ. 2 പ്രാവശ്യം ഇസഹാക്ക് അത് കണ്ടെത്തി, പക്ഷെ 2 പ്രാവശ്യവും നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ 1 ഇസഹാക്കിന് അവകാശപ്പെട്ടതാണ്, 2 ഇസഹാക്ക് അത് കണ്ടെത്തി, പക്ഷേ ശത്രു അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ചിലർ സമ്മതിച്ച് തരത്തില്ല. നിൻ്റെ മക്കളായി തന്നെ സന്തോഷത്തോടെ നിനക്കൊപ്പം ആയിരിക്കുവാൻ അവർ സമ്മതിച്ച് തരത്തില്ല. യെസ്, അവരുടെ അധികാര പരിധിക്കകത്ത് നിന്ന്, ആ ദേശത്തിലെ ദുഷ്ട മനുഷ്യരുടെ അധികാര പരിധിക്കകത്ത് നിന്ന് നിൻ്റെ തലമുറകളുടെ ഭാവി ജീവിതത്തെ നീ പിടിച്ചെടുക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇനിയും അവർ കൈവിട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ താങ്ക് യു ലോർഡ്. വെല്ലുവിളിയാണ്. നിനക്കർഹതപ്പെട്ട നിൻ്റെ ഭൂമിയിൽ നീ ഭവനം പണിതുയർത്തത്തില്ലെന്നുള്ള വെല്ലുവിളിയാണ്. ഈ പ്രാവശ്യം അവർ പരാജയപ്പെടും. അർത്ഥം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ ജയിച്ചു. ഓ യെസ് യെസ്, വീട് മനോഹരമായി പൂർത്തീകരിക്കപ്പെടും. നിൻ്റെ അവകാശം നിനക്ക് തരത്തില്ല എന്നു, അതാണ് വെല്ലുവിളി. നിൻ്റെ അവകാശം, നീ കഷ്ടപ്പെട്ടത്, നീ അധ്വാനിച്ചതും തരത്തില്ല എന്ന്, അത് അനുഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്. പ്രിയരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതൊരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ആമേൻ. നിങ്ങളുടേതാണ്, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് ദീർഘനാളുകളായുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം. പക്ഷെ അതൊരു എന്താ പറയുക,
അത് സന്തോഷത്തോടെ അനുഭവിക്കുവാൻ അനുവദിക്കുന്നില്ല. ഈ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് പോലെ. നീ കരഞ്ഞു, ഭർത്താവിന് വേണ്ടി കരഞ്ഞു, അവനൊരു ജോലി കിട്ടി. അതിൻ്റെ റിസൾട്ട് എന്താവണം? അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണം, നീ ആഗ്രഹിച്ചതൊക്കെ നടക്കണം. പക്ഷേ അവിടേക്ക് എത്തുന്നില്ല, നിന്നിലേക്ക് അത് എത്തുന്നില്ല. അവൻ ജോലി ചെയ്യുന്നുണ്ട്, അത് നിനക്ക് അർഹതപ്പെട്ടതാണ്. ഒന്ന്, നീ ഭാര്യ അവകാശിയാണ്. രണ്ട്, അതിനുവേണ്ടി കരഞ്ഞതും പ്രാർത്ഥിച്ചതും നീയാണ്. പക്ഷേ ഈ പൈസ ഇപ്പം പോകുന്നത് ആരിലേക്കാണ്? കഷ്ടപ്പാടിൻ്റെ സമയത്ത് കൂടെ ഇല്ലായിരുന്ന, കുറ്റം പറയുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത ആ ടീമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അനർഹരുടെ കരങ്ങളിലേക്ക് നന്മ പോവുകയാണ്. കർത്താവ് പറയുക, അമേൻ, നീ പരാജയപ്പെട്ടു പലതാണ്, പക്ഷേ ഇപ്രാവശ്യം നീ ജയിക്കും. റെഡിയാണോ? അമേൻ, സ്തോത്രം. ആ ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ടു. ഇത്തവണ ജയം നിൻ്റേതാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ റെഡിയാണോ? രഹബോത്ത്. അമേൻ. ശുശ്രൂഷക രഹബോത്ത്. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം രഹബോത്ത്. ശണ്ടയിടുവാൻ, വഴക്ക് കൂടുവാൻ, കലഹിക്കുവാൻ, പിടിച്ചു പറിക്കുവാൻ ശത്രു കടന്നു വരാത്ത രഹബോത്ത് എൻ്റെ ദൈവം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരുക്കുന്നു. അത് പ്രാപിക്കുവാൻ, ആ അവകാശങ്ങളെ നിങ്ങളുടേതാക്കി മാറ്റുവാൻ, നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ സ്ഥാനമാനങ്ങളും ആ നന്മകളും സന്തോഷങ്ങളും ദൈവനാമത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തു. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മെസ്സേജുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും. അതുപോലെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. സത്യം, ഒരിക്കൽ കൂടി അത് ഉറപ്പ് തരാം, ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ആത്മനിറവിൽ നിങ്ങൾക്ക് ആരാധിക്കാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനും, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വർഗീയ സന്തോഷം അനുഭവിക്കാനും വിടുതൽ അനുഭവിക്കാനും അത് കാരണമായി തീരും. എന്ന കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത് പ്രാപിക്കുവാൻ കഴിയാതെ ശത്രു ഒരുക്കുന്ന പദ്ധതികളിൽപ്പെട്ട് നഷ്ടപ്പെട്ടവരായി ഇവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. താങ്ക് യു ലോർഡ്. കോടതി നടപടികൾ ഇവർക്ക് പ്രതികൂലമായി വരുവാൻ തക്കവണ്ണം തെളിവുകളെ നശിപ്പിച്ച ആ പദ്ധതികളിൽ നിന്ന് സ്വർഗം ഇവർക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മറച്ചു വയ്ക്കപ്പെട്ട തെളിവുകൾ പുറത്തു വരട്ടെ. തൊഴിലിടത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശത്രു മറച്ചു വെച്ച ഇവരുടെ അധ്വാനങ്ങൾ, സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ പുറത്തു വരട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഇവരെ രോഗികളാക്കിയ പൈശാചികമായ എല്ലാ പദ്ധതികളും തകർന്നു മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. ജയമുണ്ടാകട്ടെ. മത്സര പരീക്ഷകളിലെ എക്സാമുകളിൽ ജയമുണ്ടാകട്ടെ. IELTS, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണം. അപ്പോൾ സ്കോറുകൾ ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, പലതവണ പരാജയപ്പെട്ടു പോയവർ ജയത്തിലേക്ക് നടന്നു കയറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് കൂടിയിരിക്കും. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളും ചേർന്ന് നിൽക്കുക. ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമുക്കത് പ്രാപിക്കാവുന്നേ. ജയം നിശ്ചയം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടതെങ്കിലും പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.